പ്രത്യേകിച്ച് ഒരു പ്ലാനുമില്ലാതെ സ്റ്റാർട്ട് ചെയ്ത മൂന്നാർ വട്ടവട ട്രിപ്പാണിത്. ഈ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ അളിയനും എൻ്റെ കസിനുമുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരും ചേർന്നാണ് വട്ടവടയിലേക്കുള്ള യാത്ര തിരിച്ചത്. പുലർച്ചെ തന്നെ ഇറങ്ങിയതിനാൽ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു കട തപ്പി ഇറങ്ങിയപ്പോഴേക്കും കണ്ട ഒരു അസാധ്യ വ്യൂ ഉള്ളൊരു കടയാണിത്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വണ്ടി നിർത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ മഴ പെയ്തു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുന്നത് വലിയൊരു വ്യൂ പോയിന്റിലേക്കാണ്. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കോട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും നേരെ യാത്ര തിരിച്ച് ഞങ്ങളുടെ വണ്ടി ചെന്ന് നിൽക്കുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ്. റോക്ക് വാട്ടർഫോൾസ് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിറയെ കല്ലുകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇന്ന് നമ്മൾ വന്ന സമയത്ത് കല്ലാർകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. നമ്മൾ അല്ലാത്ത സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ നിറയെ പാറകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാഴ്ച അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ വെള്ളച്ചാട്ടം റോഡിൻ്റെ സൈഡിലായതിനാലും കൈവരികളൊന്നും സൈഡിൽ നിർമ്മിക്കാത്തതിനാലും ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കാണുന്നത് കുറച്ച് ഡേഞ്ചറാണ്. ഇവിടെ വരുന്ന ആളുകൾ വളരെ സൂക്ഷിച്ച് വേണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് നിൽക്കാൻ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേയധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ യാത്ര മൂന്നാറിനെ ലക്ഷ്യമാക്കി തുടർന്നു. ഇവിടെ നിന്ന് മുന്നോട്ട് 2 കിലോമീറ്റർ പോകുമ്പോഴേക്കുമാണ് കല്ലാർകുട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാമിന് മുകളിലൂടെ വണ്ടി സഞ്ചരിക്കുന്ന വളരെ കുറച്ച് ഡാമുകളിൽ ഒരു ഡാമാണ് കല്ലാർകുട്ടി ഡാം. നേരത്തെ ഇതിലെ ബസ്സൊക്കെ കയറ്റി വിടുമായിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇപ്പോൾ ഡാമിന് മുകളിലൂടെ വലിയ വാഹനങ്ങൾ കയറ്റി വിടുന്നില്ല. നമ്മൾ വന്നൊരു സമയം അതിശക്തമായ മഴയുള്ള സമയമായതിനാൽ ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ടായിരുന്നു. ഷട്ടറുകൾ തുറന്നിരിക്കുമ്പോൾ ഈ ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട്. മൂന്നാറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി തന്നെയാണ്. നമ്മൾ വന്നൊരു സമയം നല്ല മഴയുള്ളൊരു സമയമായതിനാൽ ഇവിടുത്തെ ക്ലൈമറ്റും നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു തേയില ഫാക്ടറിയിൽ കയറി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ റേഞ്ച് BSNLും ജിയോയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്നാലും ആ റേഞ്ച് കിട്ടണ വലിയ പാടാണ്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിക്വിഡ് മണിയായിട്ട് തന്നെ കയ്യിൽ കരുതേണ്ടി വരും. ഈ കാണുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ളൊരു ഗ്രീൻ ടീ ആണ്. എൻ്റെ ഡയറ്റിൽ ഗ്രീൻ ടീ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒരെണ്ണം വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഗ്രീൻ ടീ നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ തേയിലയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഈ ഒരു കമ്പനിയിൽ നിന്ന് കാണാൻ സാധിച്ചു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഗൂഗിൾ പേ ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ക്യാഷ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം അതൊന്നും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പം മൂന്നാറിലേക്ക് വരുന്ന ആളുകൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മളുള്ളത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലാണ്. ഈ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ചെല്ലുന്നത് ഇക്കോ പോയിൻറ്റിലേക്കാണ്. നല്ല മഴയുള്ളത് കൊണ്ട് നമ്മളവിടെ വണ്ടി നിർത്തിയില്ല. നമ്മളിവിടെ നിന്ന് സ്ട്രെയിറ്റ് വട്ടവടയ്ക്ക് തന്നെ പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെയെല്ലാം ഇറങ്ങാമെന്നാണ് കരുതുന്നത്. അങ്ങനെ പോയപ്പോഴേക്കും കണ്ടൊരു വാലിയാണിത്. ഈ ഒരു ദൃശ്യഭംഗി ഒഴിവാക്കി നമുക്ക് വട്ടവടയിലേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും കുറേയധികം ചിത്രങ്ങളും വീഡിയോയൊക്കെ എടുത്തിട്ടാണ് പോയത്. നമ്മൾ വട്ടവടയിലേക്കുള്ള പ്രധാന ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ കുറേയധികം റൂൾസ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നിനും സാധിക്കത്തില്ല. കാരണം ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. 6 മണിക്ക് മുൻപ് തന്നെ നമ്മൾ തിരിച്ചെത്തണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. 6 മണിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ നമ്മൾ വട്ടവടയിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പോയിട്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരണം. ഇവിടെ ഇറങ്ങാൻ നിയന്ത്രണമുണ്ടെങ്കിലും കുറേയധികം ആളുകൾ ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ദൃശ്യഭംഗിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വട്ടവടയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഭംഗിയായത് ഈ ഒരു റോഡ് തന്നെയാണ്. ഈ റോഡിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് എത്തുമ്പോഴേക്കും പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലവുമുണ്ട്. ആ ഒരു സ്ഥലമൊക്കെ അത്രയ്ക്ക് മനോഹരമാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വട്ടവടയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വന്നു പോകാനായിട്ട് ശ്രമിക്കുക.
അങ്ങനെ നമ്മൾ വട്ടവടയിൽ എത്തിയിട്ടുണ്ട്. വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ ജീപ്പ് സഫാരിയുടെ ക്യാൻവാസിങ്ങിനുള്ള ആളുകളാണ് നിറയെ. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം അവരായിരിക്കും. നമ്മളോട് ഒരുപാട് ക്യാൻവാസ് ചെയ്യും. പക്ഷേ ഞങ്ങൾ ജീപ്പ് സഫാരി എടുത്തില്ല. കാരണം നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് തിരിച്ച് 6 മണിക്ക് മുന്നേ അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. വട്ടവടയിലെ റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിയൊക്കെ തട്ടാനായിട്ടൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് വട്ടവടയിലുള്ളൊരു സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ ഫാമിൻ്റെ വാതിക്കെ കണ്ട ഒരുതരം പച്ചക്കറിയാണിത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടൻ നമുക്ക് വഴി കാണിച്ചു തരാൻ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ട്രോബെറി ഫാം നേരിട്ട് കാണുന്നത്. ഇപ്പം നിറയെ സ്ട്രോബെറി പഴങ്ങളാണ് കേട്ടോ. ഇപ്പം ഞാൻ 1-2 എണ്ണമൊക്കെ പറിച്ച് കഴിച്ചു നോക്കി. എന്നാലും നമുക്ക് കടയിൽ നിന്നും കിട്ടുന്ന ഒരു ടേസ്റ്റൊന്നും ഇതിന് ഫീൽ ചെയ്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. വേറെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇത് കഴിച്ചു നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇവർ ഒരുപാട് സ്ട്രോബെറി പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു സ്ട്രോബെറി വൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിളായിട്ട് കുറച്ച് തന്നതാണ്. ഇതുകൂടാതെ ഇവിടെ സ്ട്രോബെറി ജാമും കിട്ടുമേ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ട്രോബെറി ജാമും ഒരു വൈനും മേടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് യാത്ര തിരിക്കുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത് മഹാരാജ് കോളേജിലെ അഭിമന്യുവിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ആ ഒരു വീട്. അപ്പോൾ ഇതാണ് അഭിമന്യുവിൻ്റെ വീട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ വീട്ടിലൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തോട്ടൊന്നും കയറിയില്ല. ഇനി നമ്മൾ പോകുന്നത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ കാണാനായിട്ടാണ്. അപ്പോൾ ഇതാണ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ അവിടെ നിന്നും കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദൂരെ നമുക്ക് തമിഴ്നാടൊക്കെ കാണാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അസാധ്യമായിട്ടുള്ളൊരു ആംബിയൻസാണ് ഇവിടെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് തേയില തന്നെയാണ്. തേയില വിൽക്കുന്ന ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാനിവിടെ നിന്ന് കുറച്ച് തേയിലയൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ പോകുന്നത് കുണ്ടള ഡാം വിസിറ്റ് ചെയ്യാനായിട്ടാണ്. ഈ കാണുന്നതാണ് കുണ്ടള ഡാം. ഇപ്പോൾ ഈ ഒരു ഡാം വിസിറ്റ് ചെയ്യുന്ന കൂടുതൽ ആളുകളും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടൊക്കെ വളരെ സൗകര്യം കുറവായിരുന്നു. അപ്പോൾ നമ്മളേതായാലും ഡാമിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളമുള്ളൊരു ഡാമാണ്. നമ്മൾ വന്നൊരു ദിവസം ഈ ഡാമിൽ വെള്ളം വളരെയധികം കുറവാണ്. പിന്നെ ഇതൊരു ആർച്ച് ഡാമും കൂടിയാണ് കേട്ടോ. വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. നമ്മളല്ലാത്ത സമയത്താണ് ഇവിടെ വരുന്നതെങ്കിൽ ബോട്ടിങ്ങും കയാക്കിങ്ങും അങ്ങനെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റി ഉള്ളൊരു ഡാമും കൂടിയാണ് ഈ ഒരു കുണ്ടള ഡാം. ചില സമയങ്ങളിൽ ഈ ഒരു ഡാമിൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് നിയന്ത്രണങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ കുറേയധികം ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമീപിക്കും. അങ്ങനെ ഞങ്ങളോടും കുറേയധികം ആളുകൾ വന്ന് ചോദിച്ചു. ഞങ്ങളുടെ ക്യാമറയും ഫോണൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയൊന്നും എടുത്തില്ല. ചെറിയൊരു കാറ്റും തണുപ്പും ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. നമുക്ക് മൂന്നാറിലും ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഹോഴ്സ് റൈഡിംഗ് എടുത്തത്. 150 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാലും കുറച്ച് ഓവർ പ്രൈസായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് മാഗി വിൽക്കുന്ന കടകളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് ഫാൻസി ഐറ്റംസ് വിൽക്കുന്ന കടകളും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കാർ ഇട്ടിട്ട് പോകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടിട്ട് പോവുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ പൊക്കത്ത് 2-3 കുരങ്ങന്മാരുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റത്തെ ആൾ ഞങ്ങൾ വന്നിട്ടും പോകുന്നില്ല. പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പോലെ അതിനകത്ത് കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലേക്കാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.